മൂന്നാറിനെ വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്നും പ്രളയത്തിൽ തകർന്ന സർക്കാർ ആർട്സ് കോളേജ് പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ. ബിന്ദു മൂന്നാറിൽ കോളേജ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. പ്രകൃതി ദുരന്തത്തിൽ ഒഴുകിപ്പോയ മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ആലോചനകൾ നടത്തുന്നതിനാണ് ഈ യോഗം വിളിച്ചു ചേർക്കുന്നത്. ഇപ്പോൾ DTPCയുടെ ഈ കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള കെട്ടിടത്തിലും പ്രവർത്തിച്ചു വരികയാണ്. ഒരു പെർമനൻ്റ് അറേഞ്ച്മെൻ്റ് എന്നുള്ള നിലയിൽ ഒരു പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സ്ഥലം സംബന്ധിച്ച് എവിടെ വേണം എന്നുള്ള ആലോചനയാണ് പ്രധാനമായും ഈ യോഗത്തിൽ നടന്നത്. അപ്പോൾ കണ്ടിട്ടുള്ളത് നേരത്തെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയ കോളേജിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടങ്ങളും പുതുതായി ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു കെട്ടിടവും അവിടെ ഉണ്ട്. അത് കോളേജായി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് DTPCക്ക് ഈ കെട്ടിടത്തിന് ബദലായി ആ കെട്ടിടത്തിൽ DTPCക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടാക്കുകയും ഇവിടെ DTPCയുടെ പേരിലുള്ള ഭൂമി കോളേജിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഏറ്റെടുക്കാനുമാണ് ആലോചിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് DTPCയുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടി പഠനം നടത്തിയതിന് ശേഷം അറിയിക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോളേജിന് വേണ്ടി പുതിയ അക്കാഡമിക് ബ്ലോക്ക് പണിയുന്നതിന് സ്ഥലം ആവശ്യമുണ്ട്. DTPCയുടെ ഈ ഭൂമി അതിന് ഉപയുക്തമാക്കാമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ കോളേജിന് വേണ്ടി ഉണ്ടായിരുന്ന ഭൂമി അതിലുള്ള ഉദ്ഘാടനം ചെയ്യാനിരുന്ന പുതിയ കെട്ടിടം ഉൾപ്പെടെ അവിടെയുണ്ട്. അത് DTPCക്ക് നൽകി അതിന് പകരമായിട്ട് ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഒരു അക്കാഡമിക് ബ്ലോക്ക് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന ഒരു അക്കാഡമിക് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ആലോചനയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു ഭൂമിയും കൂടിയുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു റവന്യൂ ലാൻഡുമുണ്ട്. അപ്പോൾ ഒരു മോഡൽ കോളേജാക്കി ഇതിനെ ഉയർത്തുന്നതിനുള്ള റൂൾസ് ആൻഡ് പ്രപ്പോസലും നേരത്തെ നിലവിലുണ്ട്. അതുകൊണ്ട് ആ സ്ഥലങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ കുറച്ച് ദൂരെയാണ് എഞ്ചിനീയറിംഗ് കോളേജ് ബിൽഡിങ്ങിൽ. അപ്പോൾ അത് കുട്ടികൾക്ക് വഴി നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഒരു പുതിയ വഴിയും അതിലേക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ പുതിയ വഴി ഉണ്ടാക്കുന്ന പക്ഷം എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റൽ അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഹോസ്റ്റൽ ഈ ഗവൺമെൻറ് കോളേജിലെ കുട്ടികൾക്ക് വേണ്ടി കൂടി നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഒരു യോഗമാണ്. തീരുമാനമെടുക്കുന്ന യോഗമല്ല. ഇതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് യോഗം ചേർന്നാണ് അന്തിമമായിട്ട് തീരുമാനമെടുക്കുക.